ഗോവിന്ദൻ മാമയുടെ ഒരു പ്രത്യയ ശാസ്ത്രം കൂടി കേട്ടാലോ. കണക്ക് നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ദഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായം വന്നാലോ കേൾക്കാം. ഈ പ്രത്യേകതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറഞ്ഞു, ഇനി അതിദാരിദ്ര്യമല്ല, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കണം. ഓക്കേ, ദാരിദ്ര്യം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, ദാരിദ്ര്യം അവസാനിപ്പിക്കണമെങ്കിൽ അതിന്റെ ചുവട്ടുപടി തുടങ്ങണം. എങ്ങനെയാ? 62 ലക്ഷം മനുഷ്യർക്ക് നമ്മൾ 1600 രൂപ കൊടുക്കുകയായിരുന്നു പെൻഷൻ. ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ കൂടി പണം കൊടുക്കണം. വെറുതെ ദാരിദ്ര്യം അവസാനിക്കുന്നു പറയാൻ പറയാ. അപ്പൊ നമ്മൾ 400 രൂപ കൂടി കൂട്ടി 2000 കൊടുക്കാൻ തീരുമാനിച്ചു. 400 കൊടുത്താൽ തീർന്ന്. 2000 കൊടുക്കാൻ തീരുമാനിച്ചാൽ 2000 കൊടുത്ത് അവസാനിപ്പിക്കണം എന്നല്ല. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 2.5 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ടത് തന്നില്ല. ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉപരോധ നിലപാടാണ്. ആ ഒരു ഉപരോധ നിലപാട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ 2000 അല്ല 2500 ആ ഒരു ഉപരോധ നിലപാട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ 2000 അല്ല 2500 3000 കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മനസ്സുണ്ട്. സാധിക്കാത്തത് ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കുറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം. എന്താ പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ താഴെ കമന്റിൽ ഒന്ന് കുറിച്ചേക്കണേ. കഷ്ടമുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.